എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഗൈസ്, ഫൈനലി പ്രെഡേറ്റേഴ്സ് കില്ലർ ഓഫ് കില്ലേഴ്സ് ഡാൻ ടാച്ചൻബർഗ്. എന്താ പറയാ, ഞാൻ ട്രെയിലർ കണ്ടപ്പോൾ സത്യത്തിൽ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. സോ മച്ച് ഇൻസൈറ്റ് ദിസ് മൂവി ഹാസ് ഗിവൻ us. സോ മച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രിഡേറ്റർ ഫാൻ എന്ന രീതിക്ക് നമ്മൾക്ക് അറിയേണ്ട പല കാര്യങ്ങളും, നമ്മൾക്ക് പലപ്പോഴായിട്ട് നമ്മളെ മനസ്സിൽ നമ്മൾ ചിന്തിച്ചിരുന്ന പല കാര്യങ്ങൾ, ഈ ഹൗ ദെയർ വേൾഡ് വിൽ ബി, വാട്ട് ആർ ദേ ഡൂയിങ് ദെയർ, അവരെന്താണ് സംഭവം, അവരെന്തുകൊണ്ടാണ് ഇത് ഈ ഹണ്ടിങ്ങും ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്തുകൊണ്ടാണ് അവർ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ഭൂമിയിൽ വന്നിട്ട് ഇങ്ങനെ ആൾക്കാരൊക്കെ കൊല്ലുന്നത്, അങ്ങനെ പല സംഭവങ്ങളും പല ഡൗട്ട്സും നമുക്ക് മുമ്പുണ്ടായിരുന്നു. ഫൈനലി ഡാൻ ടാച്ചൻബർഗ് നമുക്കൊരു ഉത്തരം തന്നിരിക്കുകയാണ് നമ്മുടെ ഈ പുതിയ അനിമേറ്റഡ് ഫിലിമിലൂടെ, കില്ലർ ഓഫ് കില്ലേഴ്സ് പ്രെഡേറ്റർ എന്ന് പറഞ്ഞാൽ. ബാഡ്ലാൻഡ്സ് ഉടനെ റിലീസാവും. എനിക്ക് തോന്നുന്നു എൻഡ് ഓഫ് ദ ഇയർ ആണ് അത് റിലീസാവാൻ വെച്ചിരിക്കുന്നത്. എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞൂടാ. ബട്ട് അതിന് മുന്നോടിയായിട്ട് നമ്മൾ പ്രേ കണ്ടു, ഇപ്പൊ കില്ലർ ഓഫ് കില്ലേഴ്സ് കണ്ടു, ഇനി വരാൻ പോകുന്നത് ബാഡ്ലാൻഡ്സ്. അപ്പോൾ ഒരു പ്രെഡേറ്റർ യൂണിവേഴ്സിന് പുള്ളിക്കാരൻ ഇത് കണക്ട് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവന്നിരിക്കുകയാണ്. ആൻഡ് ഇറ്റ് ഹാസ് ബിൻ അബ്സല്യൂട്ട്ലി ബ്രില്യൻറ്റ് എന്ന് പറയാം. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം നമുക്കിതിൽ മനസ്സിലാവാൻ പറ്റുന്നത് ഈ ഒരു സിനിമ കണ്ടു കഴിയുമ്പോൾ. സോ സിനിമ കാണാത്തവർ, ഈ ഒരു അനിമേറ്റഡ് സിനിമ കാണാത്തവർ ഈ വീഡിയോ മുന്നോട്ട് കാണരുത് പ്ലീസ്. നിങ്ങൾ പ്രെഡേറ്റർ ഫാൻ ആണെങ്കിൽ നിങ്ങൾ ആദ്യം പോയിട്ട് ആ സിനിമ കാണൂ. ഡിസ്നി പ്ലസിൽ വന്നിട്ടുണ്ട്, അതുപോലെ ഹൂലുലു എന്ന് പറയുന്ന ചാനലുണ്ട്, ഓൺലൈൻ ചിലപ്പോൾ അവൈലബിൾ ആയിരിക്കും, എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ നിങ്ങൾ ആദ്യം ഇത് പോയിട്ട് കാണൂ, എന്നിട്ട് ഈ വീഡിയോ നിങ്ങൾ വന്ന് കാണും. ഓക്കെ, ഇനി നമ്മൾ ഈ സിനിമ കണ്ടു കഴിഞ്ഞവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. ഓക്കെ, അതുകൊണ്ട് ഇതിൽ കുറേ സ്പോയിലേഴ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിനിമ കാണാത്തവർ ആദ്യം പോയിട്ട് പ്ലീസ് ഈ സിനിമ ഒന്ന് കണ്ടിട്ട് വരൂ. അനിമേറ്റഡ് മൂവിയാണ് ഇത്. അനിമേറ്റഡ് മൂവി ആണെങ്കിൽ പോലും ഇതിൻ്റെ ഒരു ഗ്രാഫിക്കും ഡയറക്ഷനും ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഇറ്റ്സ് ബ്രില്യൻറ്റ് എന്ന് തന്നെ പറയാം. അടിപൊളിയായിട്ടുണ്ട്. ഇതിൽ ആ ഒരു ഫൈറ്റ് സീക്വൻസ് ഒക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഐ എം എ ബിഗ് ഫാൻ, സോ ഐ ഫെൽറ്റ് ഇറ്റ് വാസ് മാർവലസ്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള സംഭവങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, സ്പോയിലർ അലേർട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു. സോ ഇനി അങ്ങോട്ട് ദ മെയിൻ തിങ് നമ്മൾ ഈ മൂവി കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കുന്നത്, നമ്മളെ പ്രെഡേറ്റർ ചേട്ടന്മാരെ ആ കൂടി 2-3 പേര് മാത്രമല്ല ഇതുവരെ കൊന്നിരിക്കുന്നത്. ഒരുപാട് പേര് കൊന്നിട്ടുണ്ട്, പിൽക്കാലങ്ങളിലും മുൻകാലങ്ങളിലും ഫ്യൂച്ചർ പാസ്റ്റ് എല്ലാറ്റിലും കൂടിയിട്ട്. സോ അത് ഈ മൂവിയിൽ ശരിക്കും റിവീൽ ചെയ്യുന്നുണ്ട് അവർ. ബിക്കോസ് നമ്മളിതുവരെ ചിന്തിച്ചിരിക്കുന്ന, നമ്മൾ എന്താ വിചാരിച്ചപ്പോൾ അർണോൾഡ് ഷ്വാർസ്നെഗറിന്റെ ഒരു ക്യാരക്ടർ, പുള്ളി പ്രെഡേറ്ററിനെ അതിൽ കൊന്നു, അത് കഴിഞ്ഞതിന് ശേഷം പുള്ളി വീട്ടിലേക്ക് പോയി എന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല. ശരിക്കും ഇതിൽ വേറൊരു സംഭവമാണ് കാണിക്കുന്നത്. അത് എനിക്ക് തോന്നുന്നു, പ്രെഡേറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു സിനിമ വന്നിരുന്നല്ലോ, അതിൽ ഈ എലീറ്റ് ഫൈറ്റേഴ്സിനെയും വാരിയേഴ്സിനൊക്കെ കൊണ്ടുപോയിട്ട് ഒരു പ്ലാനിലിട്ടിട്ട് ഈ പ്രെഡേറ്റേഴ്സ് ഹണ്ട് ചെയ്യാൻ വരുന്നുണ്ട്. സോ അതേ ഒരു തീമാണ് ഞാൻ ഇവിടെ കണ്ടത്. ആൻഡ് ദാറ്റ് ആക്ച്വലി ഈസ് എക്സൈറ്റിംഗ്. ബിക്കോസ് ഈ ഒരു പ്രെഡേറ്ററിനെ, ഒരു യോജ വാരിയറിനെ കൊല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ആൻ ഈസി തിങ്. അതിന് അത്രയും ഒരു കഴിവുള്ളൊരു, എസ്പെഷ്യലി ഫോർ ഹ്യൂമൻ ബീങ്സ്. ബിക്കോസ് ഇവന്മാര് നമ്മളെക്കാളും സ്ട്രോങ് ആണ്, നമ്മളെക്കാളും ഫാസ്റ്റ് ആണ്, നമ്മളെക്കാളും അഡ്വാൻസ്ഡ് ആണ്, ബുദ്ധിയുള്ളവന്മാരാണ് അവന്മാർ. ദേ ആർ നോട്ട് ജസ്റ്റ് ഇതൊരു പൊട്ടന്മാരെ പോലത്തെ നടക്കുന്ന വാരിയേഴ്സ് അല്ല. അവന്മാർ ശരിക്കും തല ഉപയോഗിച്ച് ചിന്തിച്ച് അഡ്വാൻസ് ആയിട്ടുള്ള ടെക്നോളജി ഉപയോഗിച്ച് അത്രയും എജിലിറ്റിയും ഫാസ്റ്റ്നെസ്സും അത്ലറ്റിക്കും ആയിട്ടുള്ള ഫിഗറും അങ്ങനത്തെ ഒരു എന്താ പറയാ, എല്ലാം കൊണ്ടും തികഞ്ഞൊരു യോധ എന്ന് പറയില്ലേ, ഒരു പോരാളി. നമ്മളെ പണ്ട് മഹാഭാരതത്തിലൊക്കെ കേട്ടിട്ടില്ലേ, മഹാഭാരതത്തിൽ രാമായണത്തിലൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മളെ പുരാണങ്ങളിലൊക്കെ. അത്രയും എല്ലാം തികഞ്ഞൊരു പോരാളി, നമ്മളെ കർണൻ അങ്ങനെയൊക്കെ പോലെ, മനസ്സിലായില്ലേ, അർജുനൻ, അവരൊക്കെ എല്ലാം തികഞ്ഞൊരു പോരാളി. അവരെ സാധാരണ ഒരു നേരിട്ട് നേർക്ക് നിന്നിട്ട് യുദ്ധം ചെയ്തിട്ട് അവരെ തോൽപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫൈറ്റ് ചെയ്തിട്ട് തോൽപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോസിബിൾ. അപ്പോൾ നമ്മളെ ഈ മനുഷ്യന്മാരെ കുരുട്ട് ബുദ്ധിയിൽ പലതും വരുമല്ലോ. അപ്പം അങ്ങനെ എല്ലാ സിനിമയിലും നമ്മൾ കാണുന്നുണ്ട്, ഇവർ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ചിലല്ല അവർ
വൺ ഓൺ വൺ ഫൈറ്റിലല്ല തോൽപ്പിക്കുന്നത്. പല ട്രിക്സും ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ യോജ വാരിയറിനെ ഇവര് ഞാൻ പറയുന്നത് യോജ അതല്ല യോജ തന്നെയല്ലേ പറയണം, അതോ യൗജ എനിക്കറിയില്ല. എന്തായാലും അത് തെറ്റുണ്ടെങ്കിൽ തിരുത്തണം. അപ്പൊ എന്തായാലും നേർക്ക് നേരെ ഒരു പോരാട്ടത്തിലൂടെ ഈ പ്രെഡേറ്റേഴ്സിനെ നമുക്ക് തോൽപ്പിക്കാൻ പറ്റില്ലെന്ന് നമുക്ക് ഉറപ്പായി കഴിഞ്ഞു, ഇത്രയും നമ്മൾ കണ്ട സ്ഥിതിക്ക്. പിന്നെ എന്താണ് സംഭവിക്കുന്നത് ഈ സിനിമയില്? ഈ ഇപ്പൊ ഇറങ്ങിയ കില്ലർ ഓഫ് കില്ലേഴ്സ് എന്ന് പറഞ്ഞ സിനിമയില് അവസാനത്തെ സീൻ അവർ കാണിക്കുന്നത് നമ്മളെ പ്രേ എന്ന് പറഞ്ഞ സിനിമയില് ആ ഫെറൽ പ്രെഡേറ്ററിനെ വകവരുത്തിയ നുറു എന്ന് പറഞ്ഞ വാരിയർ, ആ ഒരു എന്താ പറയാ നമ്മളെ ഒരു നേറ്റീവ് അമേരിക്കൻ വാരിയർ ഉണ്ടല്ലോ, അവര് ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അവരെ കൊടുന്നിട്ട്. അതുപോലെ തന്നെ അവിടെ പല പ്ലാനറ്റിലുള്ള പല മൃഗങ്ങളെയൊക്കെ അവരിങ്ങനെ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാം, ഫ്രോസൺ ഇൻ ടൈം. ദിസ് മീൻസ് ദാറ്റ് ഒന്നോ രണ്ടോ പേര് മാത്രമല്ല പ്രിഡേറ്റേഴ്സിനെ ഇതുവരെ തോൽപ്പിച്ചിരിക്കുന്നത്, ഒരുപാട് പേര് ഇവരെ തോൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇവരെക്കാളും വലിയ വാരിയേഴ്സ് വേറെ പ്ലാനറ്റിലും നമ്മുടെ നാട്ടിലും ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ്, അല്ലെങ്കിൽ ഫ്യൂച്ചറിലുണ്ട്, പാസ്റ്റിലൊക്കെ പല രീതിയിൽ ഇവര് പാസ്റ്റിലും വന്ന് പോയിട്ടുണ്ട്, ഫ്യൂച്ചറിൽ വരുന്നുണ്ടെന്നൊക്കെ കാണിക്കുന്നുണ്ടല്ലോ. അപ്പോൾ പല ടൈം ലൈനിലായിട്ട് പല ഗ്രഹത്തിലുള്ള അന്യഗ്രഹ ജീവികളും അല്ലെങ്കിൽ നമ്മളെ ഭൂമിയിലുള്ള മനുഷ്യന്മാരും ഒക്കെ ഇവരെ പല തവണ ആയിട്ട് ഡിഫീറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് അതിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. അവരെയൊക്കെ ഇങ്ങനെ ഇവരെയായിട്ട് ജയിച്ച പോരാളികളൊക്കെ ഇവരിങ്ങനെ ഒരു പോഡിന്റെ ഉള്ളിൽ അടച്ചു വെച്ചിട്ട് ഇങ്ങനെ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ടൈം ഫ്രീസ്ഡ്, സോ ദാറ്റ് ദേ ക്യാൻ ഫൈറ്റ് അഗെയിൻസ്റ്റ് ദം ഇൻ ദി ഫ്യൂച്ചർ. അവരിങ്ങനെ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതാണ് ഈ ഒരു സിനിമയിൽ നമ്മളെ ഡയറക്ടർ നമ്മളെ കാണിച്ചു തരുന്നത്. ആൻഡ് ദാറ്റ് വാസ് വൺ എന്താ ഒരു ത്രെഡ് ഫോർ മെനി അപ്കമിങ് പ്രെഡേറ്റർ സീരീസ്. ആ ഒരു കണ്ടിന്യൂവേഷൻ ഇനി ഉണ്ടാവും എന്നുള്ള അത് ഒരു ഒറിജിനൽ ടൈം ലൈനിൽ നമ്മൾ ഏലിയൻ വേഴ്സസ് പ്രെഡേറ്റർ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഡിഫറെന്റ് എന്താ പറയുക ഒരു ടൈം ലൈനാണ്, അത് ഡിഫറെന്റ് ആണ് ഈ ഒരു പ്രെഡേറ്റർ സിനിമകളിൽ നിന്ന്. അപ്പോൾ ഫ്യൂച്ചറിൽ ഒരുപാട് സിനിമകൾക്കുള്ള സാധ്യതയാണ് ഇവർ ആ ഒരു ലാസ്റ്റിൽ കാണിക്കുന്ന ഒരു എൻഡിങ്ങിൽ കൂടെ നമ്മൾ മുന്നിൽ ചുരുളഴിക്കുന്നത്. മാത്രമല്ല ഈ ഒരു സിനിമയിൽ, ഈ ഒരു അനിമേറ്റഡ് സിനിമയിൽ നമുക്ക് ആ പ്രെഡേറ്ററിന്റെ അവരുടെ ഒരു ലോകത്തെ പറ്റിയുള്ള ഒരു കാഴ്ചകളാണ് നമ്മൾ കൂടുതലായിട്ട് അവരിതിൽ കാണിച്ചു തരുന്നത്. ടു ദി എൻഡ് ഓഫ് ദ മൂവി ആ ഒരു കൊളോസിയം പോലുള്ള ഒരു അറീന, അവിടെ ഇവർ ഒരു തമ്മിൽ ഫൈറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അവിടുത്തെ വലിയൊരു ജീവിയായിട്ട് ഫൈറ്റ് ചെയ്യണം, അങ്ങനെ പല സംഭവങ്ങളും ഇവർ കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾ കണ്ടവർക്ക് മനസ്സിലാവും. അതാ പറഞ്ഞു, കാണാത്തവരുണ്ടെങ്കിൽ ഓൾറെഡി പോയിട്ട് കാണണം, ഇത് കണ്ടിട്ട് കാര്യമല്ല, ഞാൻ പറയുന്നത് കണ്ടിട്ട് കാര്യമല്ല. അപ്പോൾ അത് കണ്ടാലേ മനസ്സിലാവുള്ളൂ. സോ ഇത് കണ്ടവർക്ക് വേണ്ടി നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലാക്കണം ഇവർ ഫൈറ്റ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ ലോട്ട് ഓഫ് പോസിബിലിറ്റീസ് ആർ അറൈസിങ് ഇനി അങ്ങോട്ടുള്ള മൂവീസിൽ. അതുപോലെ തന്നെ ഇതിൽ ബാഡ് ഡാൻസിനെ പറ്റിയുള്ള ഒരു കണക്ഷനും ഞാനിതിൽ കണ്ടു. ബിക്കോസ് ഇതിലൊരു സീനുണ്ട്, ഒരു പ്രൊഡേറ്ററിനെ രണ്ട് വേറെ സോൾജേഴ്സ് കൊടുത്തിട്ട് അയാളുടെ കഴുത്തിലുള്ള ആ ഒരു ലോക്ക് അത് പൊട്ടിത്തെറിച്ച് അയാളുടെ തല ആറ്റി വീഴുന്നൊരു സീനുണ്ട്. ഇതിന്റെ ഒരു സിംബോളിഫിക്കേഷൻ എനിക്ക് തോന്നിയത് നമ്മളെ ബാഡ് ലാൻഡ്സിൽ കാണിക്കുന്ന ആ ഒരു പുതിയ ഒരു ടൈപ്പ് പ്രൊഡേറ്റർ നമ്മൾ കണ്ടല്ലോ, പുള്ളിനെ ഇതുപോലെ അവിടുന്ന് എന്താ പറയാ ഊരുവിലക്ക് കൽപ്പിച്ച് വേറെ എവിടെ കൊണ്ടുപോയിട്ടിട്ട് അല്ലെങ്കിൽ അങ്ങനെ നാട് കടത്തുന്ന ഒരു സംഭവമാണ്. പറയാൻ എനിക്ക് തോന്നുന്നു പുള്ളി അങ്ങനെ മേ ബി ഹി ഡസൻ ലൈക്ക് ടു ഫൈറ്റ് വിത്ത് ഹിസ് ഓൺ കൈൻഡ് ഓർ വിത്ത് അതേഴ്സ്, ലൈക്ക് പ്രോബ്ലി ഹി ഈസ് പീസ്ഫുൾ ആവിങ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കണം. അങ്ങനെ കുറെ ഹിൻസ് ഇതിൽ തരുന്നുണ്ട്. ഇത് എൻ്റെ ഒരു ഇതാണ്, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല, ചിലപ്പോൾ ഞാൻ പറയുന്നത് വളരെ പൊട്ടത്തരമായിരിക്കും. ബട്ട് വാട്ട് ഐ ഫീൽ ഇസ് അങ്ങനെ എന്തെങ്കിലും സാധ്യമായിരിക്കും ഈ ബാഡ് ലാൻഡ്സ് എന്ന് വരുന്ന ആ ഒരു സിനിമയിൽ ആ പുതിയ ഒരു ഡിഫറെന്റ് കൈൻഡ് ഓഫ് പ്രെഡേറ്ററാണ് നമ്മളതിൽ കാണുന്നത്. കുറച്ച് ഭയങ്കര സ്ലിം ആയിട്ട് കുറച്ചുകൂടി ഒരു ഹ്യൂമൻ ലുക്കുള്ള ഒരു പ്രെഡേറ്ററാണ് അതിൽ കാണുന്നത്, ഒരു വാരിയർ. പ്രെഡേറ്റേഴ്സിന്റെ ഫീച്ചേഴ്സ് ഉണ്ട്. പ്രോബ്ലി ഹീ ഈസ് ലൈക്ക് എ മിക്സ് ഓഫ് ഹ്യൂമൻ ആൻഡ് എന്ന് പറയാം, ഇവിടെ ഇഷ്ടംപോലെ ഹ്യൂമൻസ് അവർ പിടിച്ച് ക്യാപ്ചർ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ പ്രോബ്ലി ദേ മസ്റ്റ് ബി ഡൂയിങ് സം കൈൻഡ് ഓഫ് എന്താ പറയാ ഒരു ക്രോസ് ബ്രീഡിങ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം. എനിക്ക് അതങ്ങനെ തോന്നിയത്. ബിക്കോസ് അവൻ ആ ഒരു ബാഡ് ലാൻഡ്സിൽ കാണിക്കുന്ന പ്രെഡേറ്റർ കാണുമ്പോൾ ഒരു ഏകദേശം ഒരു ഹ്യൂമൻ ലുക്കുള്ള ഒരു പ്രെഡേറ്ററിനെ കാണിക്കുന്നത്. കാരണം നമ്മൾ ഈ പ്രെഡേലിയനെ കണ്ടിട്ടില്ലേ, ബാക്കിയെല്ലാം ഏലിയനെ പോലെ, പക്ഷെ ഫേസ് വരുമ്പോൾ മാത്രം പ്രെഡേറ്ററിന്റെ ഒരു ലുക്ക്, പക്ഷെ വായന്ന് ആ ഒരു വലിയൊരു സാധനം ഒന്ന് ചാടും. അതേപോലെ തന്നെ ഈ ബാഡ് ലാൻഡ്സിൽ എന്ന് പറഞ്ഞ ട്രെയിലറിൽ നമ്മൾ കാണുന്ന പ്രെഡേറ്ററിന് ഒരു ഹ്യൂമൻ ലുക്കാണ് കാണുന്നത്, ഒരു ബോഡി ഷേപ്പും അയാൾ
എന്താ പറയാ, പുള്ളിയുടെ ഓവറോൾ ലുക്ക് കാണുമ്പോൾ ഒരു ഹ്യൂമൻ ലുക്ക് കാണുന്നുണ്ട്. പക്ഷെ ആ ഫേസ് മാത്രം ഒരു പ്രെഡേറ്റർ ലുക്കിന്റെ ആ വായും പല്ലൊക്കെ, പിന്നെ മുടിയൊക്കെ ആ ഒരു ലോക്സ് ഒക്കെ കാണുന്നത്, അതൊക്കെ ഒരു ഹ്യൂമൻ ഫീച്ചറിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് കാണുന്നത്. സോ വാട്ട് ഐ ഫീൽ ഇസ് ദേ മസ്റ്റ് ഹാവ് ഡൺ എ ക്രോസ് ബ്രീഡിംഗ് ഫോർ ദേ മസ്റ്റ് ഹാവ് ട്രൈഡ് വിത്ത് ദ ബെസ്റ്റ് വാരിയർ. ചിലപ്പോൾ ഒരു പ്രെഡേറ്ററിലെ ഒരു ബെസ്റ്റ് വാരിയറും അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ബെസ്റ്റ് വാരിയറും തമ്മിൽ ഒരു ക്രോസ് ബ്രീഡിങ് ചെയ്ത് കാണാം അവര്. അങ്ങനെ ഉണ്ടായ മുതലായിരിക്കണം ഈ ബാഡ് ലാൻഡ്സ് കാണുന്നവൻ. അതുകൊണ്ടാണ് ചിലപ്പോൾ ഹി ഹാസ് മോർ ഹ്യൂമൻ ഫീലിങ്സ്, ഹി ഡസൻ വോണ്ട് ടു ഹേർട്ട് സംബഡി, ലൈക്ക് അവനൊരു ആ തോട്ട് പ്രോസസ് ഉണ്ടായിരിക്കാം. മേ ബി ബിക്കോസ് ഓഫ് ദാറ്റ് ആ ട്രെയിലർ കാണിക്കുന്ന പുള്ളിനെ കൊണ്ടുപോയിട്ട് ഒരു ബാഡ് ലാൻഡ്സിൽ കൊണ്ടുപോയി തട്ടുന്നതും അവനവിടെ അവനെന്ന് പഠിക്കട്ടെ എന്നുള്ള രീതിയിൽ കൊണ്ടുപോയി തട്ടുന്നത്. ആൻഡ് ദ സെയിം കൈൻഡ് ഓഫ് വാർലോഡ് ഈസ് ബീങ് ഷോൺ ഇൻ ദാറ്റ് ഓൾസോ. ഈ ഗ്രണ്ടൽ എന്ന് പറഞ്ഞ ഉർസ എന്ന് പറഞ്ഞ വാരിയർ, ആ ഒരു നോർഡിക് വാരിയർ പറയുന്ന ഒരു ഷി മെൻഷൻ ദാറ്റ് ദിസ് ഗൈ ലൈക്ക് ഗ്രണ്ടൽ എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ബിയോവൂൾഫ് എന്ന് പറഞ്ഞൊരു ഇതുണ്ടല്ലോ, അതിൽ നിന്ന് വരുന്ന ഒരു മോൺസ്ട്രസ് ബീയിങ് ആണ്. അപ്പൊ അതിന്റെ ഒരു റെഫറൻസ് ആണ് അവൾ കൊടുക്കുന്നത്. ഷീ റിഫേഴ്സ് ഹിം ആസ് ഗ്രണ്ടൽ. പ്രോബ്ലി അയാളുടെ പേര് ഗ്രണ്ടൽ എന്നല്ല, പക്ഷെ ഈ ഷീ റിഫേഴ്സ് ഹിം ആസ് ഗ്രണ്ടൽ എന്ന് പറയുന്ന ഒരു ഭയങ്കര വൃത്തികെട്ട ഒരു ജീവി എന്ന് പറഞ്ഞ പോലെ അവരെ ആ ഉർസ എന്ന് പറഞ്ഞ വാരിയർ എന്നാണ് പറയുന്നത് ഈ കില്ലർ ഓഫ് കില്ലേഴ്സിൽ. സോ ദ കണക്ഷൻ ഈസ് ബിൽഡിംഗ് ദർ. ലൈക്ക് ഈ ബാഡ് ലാൻഡ്സിലും ഈ വാർലോഡിന്റെ ഒരു ചെറിയ ഒരു ഇത് കാണിക്കുന്നുണ്ട് ഇങ്ങനെ നടന്നു വരുന്നത്. കംപ്ലീറ്റ്ലി ഇത് തന്നെയാണോ, ഈ സെയിം ടീം തന്നെയാണോ അതിലും വരുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. ബട്ട് ഓൾമോസ്റ്റ് ലുക്കിംഗ് സിമിലർ. ആ ഒരു അറ്റയർ, അതൊക്കെ ആ വലിയ ലോക്സ് ഇങ്ങനെ തലമുടി പോലത്തെ സാധനങ്ങൾ തറയിൽ ഇങ്ങനെ കിടന്ന് ഉരുളുന്നൊക്കെ. സോ ഐ ഫീൽ ദർ ഈസ് സം ബിഗ് കണക്ഷൻ ഗോയിങ് ഓൺ. അപ്പൊ അങ്ങനെ ഈ ഒരു സിനിമ, ഈ ഒരു കില്ലർ ഓഫ് കില്ലേഴ്സ് നമുക്ക് റിവീൽ ചെയ്യുന്ന പറഞ്ഞാൽ ഈ പ്രിഡേറ്റേഴ്സിനായിട്ട് ഫൈറ്റ് ചെയ്ത് പൊരുതി ജയിക്കുന്ന പോരാളികള് അവരെ പിന്നെ അങ്ങോട്ട് വെറുതെ വിടുകയല്ല. ഈ അമാര് നമ്മളെ വെറുതെ വിടില്ല, അമാര് നമ്മളെ പൊക്കിയെടുത്ത് കൊണ്ടുപോവാണ് ശരിക്കും. ടേക്കിംഗ് ദം ടു ദർ പ്ലാനറ്റ് വിത്ത് ദം ഇൻ ദർ ഷിപ്പ്, ഫ്രീസിങ് അസ് ഇൻ ഒരു ടൈം ഫ്രീസ് പോലെ ഫ്രീസ് ചെയ്ത്, പിന്നെ അവർക്ക് ആവശ്യമുള്ളപ്പോൾ നമ്മളെ കൊണ്ട് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളെ കൊണ്ട് ഫൈറ്റ് ചെയ്യിപ്പിക്കണം. അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ അഗെയിൻസ്റ്റോ അല്ലെങ്കിൽ ജീവികൾക്ക് അഗെയിൻസ്റ്റോ അല്ലെങ്കിൽ വേറെ പ്രെഡേറ്റേഴ്സിന്റെ അഗെയിൻസ്റ്റോ. അപ്പോൾ ബേസിക്കലി ഇവരെ ഒരു ക്ലാൻ, അതിന്റെ ഒരു ബേസിക് നേച്ചർ എന്ന് പറഞ്ഞാൽ ദേ ആർ ലൈക്ക് ബോൺ കില്ലേഴ്സ്. കാരണം അവർക്ക് എത്ര ആൾക്കാരെ കൊല്ലുന്നു അല്ലെങ്കിൽ എത്ര എണ്ണത്തിനെ കൊല്ലുന്നു, അതിൽ അങ്ങനെയാണ് അവരെ ഒരു ആ സമൂഹത്തിൽ അവർക്ക് ഒരു റെസ്പെക്റ്റും അതിന്റെ ഒരു വെയിറ്റും ഒക്കെ കിട്ടുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ല, നമ്മൾ ഇത്ര പണക്കാരനാണെങ്കിൽ നമ്മൾ സമൂഹത്തിൽ ഭയങ്കര വലിയ ആളായിരിക്കും, അല്ലെങ്കിൽ ഇത്ര കാർ ഉണ്ടെങ്കിൽ ഇത്ര ബസ് ഉണ്ടെങ്കിൽ, അതുപോലെ അവർ ഇത്ര ആൾക്കാരെ കൊന്നു കഴിഞ്ഞാൽ അവരെ സമൂഹത്തിൽ വലിയൊരാളായിട്ട് നിൽക്കാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതിലൊരു വലിയൊരു സംഭവമായിരിക്കണം ഈ വാർലോഡിനെ അവർ കാണിക്കുന്നത്. ഈ മസ്റ്റ് ബി ദ കില്ലർ ഓഫ് കില്ലേഴ്സ്. പ്രോബ്ലി ദാറ്റ്സ് വാട്ട് ഇറ്റ് മെൻഷൻസ്. ലൈക്ക് ആ മൂവിയുടെ ഒരു ടൈറ്റിൽ തന്നെ എങ്ങനെയാണ്, കില്ലർ ഓഫ് കില്ലേഴ്സ്. ലൈക്ക് he is the one who has killed so many killers and that's why he is on top of that chain. Like അതുകൊണ്ടായിരിക്കണം ഈ ബാക്കിയുള്ള പ്രെഡേറ്റേഴ്സ് എല്ലാം പുള്ളിനെ ആരാധിക്കുന്നതും പുള്ളി വരുമ്പോൾ കൈയടിക്കുന്നതും, ലൈക്ക് the best fighter wherever in their world or probably the whole world. Like പുള്ളിനെ ഇതുവരെ ആർക്കും ഡിഫീറ്റ് ചെയ്യാൻ പറ്റില്ല. ഈവൻ ഈ ഒരു മൂവിയിലും ഇവർ 3 പേരും ഭയങ്കരമായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് പുള്ളിനെ കൊല്ലാനും പിടിക്കാനും വൂണ്ട് ചെയ്യാനും, അങ്ങനെ പല രീതിയിൽ ഇവർ ശ്രമിക്കുന്നുണ്ട്. ബട്ട് end of the day he gets hurt, yes, but he doesn't get killed. He's back and he's telling others to go find them and hunt them. The hunt begins now. അപ്പോൾ അതാണ് പുള്ളി പറയുന്നത്. ലൈക്ക് they are hunters, they are like killers. നാച്ചുറൽ ബോൺ കില്ലേഴ്സ് എന്ന് പറയുന്നത് ശരിക്കും ഇവന്മാർ തന്നെയാണ്, നാച്ചുറൽ ബോൺ കില്ലേഴ്സ്. സോ ഈ ഒരു സിനിമ കൊണ്ട് ഈ ഒരു ഡയറക്ടറും ഈ ഒരു ടീമും ഈ ഒരു കഥ തന്നെ പല രീതിയിൽ ഈ സിനിമയെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സീരീസിനെ, ഒരു ഫ്രാഞ്ചൈസിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സാധ്യതകളാണ് ഈ ഒരു ജസ്റ്റ് ഒരു അനിമേഷൻ മൂവി കൊണ്ട് അവർ ഓപ്പൺ അപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഇത് ചെയ്തതിന്റെ തന്നെ ഒരു വലിയൊരു കാരണം തന്നെ അതായിരിക്കണം. ബിക്കോസ് ഇത് ഒരു സിനിമയായിട്ട് എടുക്കുമ്പോൾ ദ കോസ്റ്റ് ഓഫ് മേക്കിംഗ് ഇറ്റ് മറ്റ് ബി ലൈക്ക് അൺബിലീവബിൾ ഓർ ഭയങ്കര. അപ്പൊ അതുകൊണ്ടായിരിക്കണം അവരൊരു അനിമേഷൻ ഫിലിം ഉണ്ടാക്കിയിട്ട് എത്ര കാണിക്കാൻ പറ്റുന്നു, എത്ര ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കാൻ പറ്റുന്നു, അതുപോലെ അത്രയും ഡീറ്റെയിൽ ആയിട്ട് അവർ ഇതിൽ കാണിക്കാൻ കാരണം. അതുപോലെ തന്നെ ഈ ഒരു സിനിമയിൽ നമ്മൾ കാണുന്നുണ്ട്, നുറു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേ എന്ന് പറഞ്ഞ സിനിമയിലുള്ള ആ ഒരു നാറ്റീവ് അമേരിക്കൻ വാരിയർ, അവള് ഇതിൽ പ്രിസർവ് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ അതിലെന്താ പ്രേലെന്താ കാണുന്നു, ആ ഫൈറ്റ് കഴിഞ്ഞിട്ട് ആ പ്രെഡേറ്റർ മരിച്ചു, പിന്നെ ഇവരിങ്ങനെ മാനത്തോട്ട്, പിന്നെ അതിൽ ക്രെഡിറ്റ്സിൽ കാണിക്കുന്നുണ്ട് വേറൊരു ഷിപ്പ് വരുന്നത്.
സോ ബേസിക്കലി വാട്ട് ഹാപ്പൻസ് ഇസ് ദേ ടേക്ക് ഓൾ ദ ബെസ്റ്റ് ഫൈറ്റേഴ്സ് അവരവിടെ കൊണ്ടുപോയിടും, എന്നിട്ട് അവരെ വെച്ച് വീണ്ടും ഫൈറ്റ് ചെയ്യിപ്പിക്കും. അല്ലാണ്ട് അവരെ വെറുതെ വിടാനുള്ള സാധ്യതയില്ല. സോ ഇങ്ങനെ നോക്കുകയാണ് നമ്മളെ ഡച്ച് എന്ന് പറഞ്ഞ കഥാപാത്രം, നമ്മളെ ഫസ്റ്റ് പ്രിഡേറ്റർ മൂവിയിലെ കഥാപാത്രം, അതുപോലെ തന്നെ നമ്മളെ സെക്കൻഡ് പ്രിഡേറ്റർ 2-ലുള്ള ആ ഒരു ഡാനി ഗ്ലോറി ചെയ്ത കഥാപാത്രം, ഇവരൊക്കെ ഇവന്മാരെ കൊണ്ടുപോയിട്ടുണ്ടാവണം ലാസ്റ്റ്. ബിക്കോസ് ആ ഗണ്ണൊക്കെ വീണ്ടും ഈ കാണിക്കുന്നുണ്ട് ഇതിൽ. ആ ഡാനി ഗ്ലോറിന് മറ്റേ പഴയ യോജ ഒരു ഇതുണ്ടല്ലോ, പുള്ളിയുടെ എന്തായിരുന്നു, ഓ പേര് പറഞ്ഞു, അയാൾ കൊടുക്കുന്ന ആ ഒരു പ്രിഡേറ്റർ കൊടുക്കുന്ന ഒരു എന്താ ഒരു ഗിഫ്റ്റ് ഉണ്ടല്ലോ, ഒരു പഴയ ഗണ്ണ്, അതൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. സോ ദാറ്റ് മീൻസ് ദാറ്റ് ഈ പുള്ളിനെയൊക്കെ ഡിഫീറ്റ് ചെയ്ത് കാണണം, ആ ഗണ്ണ് തിരിച്ചു കിട്ടിയിട്ടുണ്ട് അവർക്ക് എന്നാണ് അർത്ഥം എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. സോ എനിവേ, സോ ഇറ്റ് വാസ് എൻ എക്സൈറ്റിംഗ് മൂവി. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും പോയി കാണണം കേട്ടോ ഇത് സംഭവം. എന്തായാലും ഞാൻ ഇതിൽ കുറെ സ്പോയിലർ അലേർട്ട് വെച്ചു, അതുകൊണ്ട് എന്തായാലും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും കാണണം. ബിക്കോസ് ഇറ്റ്സ് ലൈക്ക് ഈ ഒരു സിനിമ കൊണ്ട് അവർ പല കാര്യങ്ങളാണ് അവർ ഇതിൽ കണക്ട് ചെയ്യുന്നത്. ഒരു പ്രഡേറ്റർ ഫാൻ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് കാണുമ്പോൾ ഇത് പലതും നിങ്ങൾക്ക് ഭയങ്കര എക്സൈറ്റിംഗ് തോന്നും. വെറുതെ ഒരു സിനിമ കാണുന്ന ഒരാൾക്ക്, ഒരു ആക്ഷൻ ഫിലിമോ ഒരു ക്രീച്ചർ ഫിലിമോ കാണുന്നവർക്ക് ഇത് ചിലപ്പോൾ ഒന്നുമായിട്ട് തോന്നില്ല. പക്ഷെ നമ്മളെപ്പോലുള്ള ഒരു പ്രഡേറ്റർ ഏലിയൻ ഫാൻസ് അത്രയും ഡീപ്പായിട്ട് നമ്മൾ ഫാൻസ് ആണ്. അപ്പോൾ നമ്മളെപ്പോലത്തെ ആൾക്കാർക്ക് ഇത് വലിയൊരു സംഭവമാണ്. സോ ഇഫ് യു ആർ എ ബിഗ് ഫാൻ ഓഫ് പ്രഡേറ്റർ, ദെൻ ഡെഫിനറ്റ്ലി യു മസ്റ്റ് വാച്ച് ദിസ് അനിമേറ്റഡ് മൂവി കില്ലർ ഓഫ് കില്ലേഴ്സ്, പ്രഡേറ്റേഴ്സ് കില്ലർ ഓഫ് കില്ലേഴ്സ്. ഡിസ്നിയിലുണ്ട്, ഹൂലുവിലുണ്ട്, ഓൺലൈൻ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കാണാം. ബട്ട് ഡെഫിനറ്റ്ലി വർത്ത് വാച്ച്. ഇത് മിസ്സാക്കരുത്, ഈ സാധനം മിസ്സാക്കരുത്. ബിക്കോസ് ഇത് മിസ്സാക്കി കഴിഞ്ഞാൽ ഇനി അടുത്ത് വരാൻ പോകുന്ന ബാഡ് ലാൻഡ്സ് എന്ന മൂവി ചിലപ്പോൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ആ ഒരു സിനിമയിലേക്ക്, ആ ഒരു സിനിമ വരുന്നതിന് മുമ്പാണ് ഈ ഇറക്കിയിരിക്കുന്നെങ്കിൽ ഇതിന്റെ ഒരു ബേസിക് ത്രെഡ് എന്ന് വെച്ചിട്ട് ആ ബാഡ് ലാൻഡ്സിലൊക്കെ അവർ കുറെ ഡീറ്റെയിൽസ് കൊടുക്കുന്നു. ബിക്കോസ് ആ ബാഡ് ലാൻഡ്സിൽ ഈവൻ നമ്മളെ ഏലിയൻസിനായിട്ടുള്ള ഒരു കണക്ഷൻ അതിൽ കാണിക്കുന്നുണ്ട്, നമ്മളെ വെയിലാൻഡ് ഇൻഡസ്ട്രീസിനായിട്ടുള്ള ഒരു കണക്ഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത്രയൊക്കെ ഡീറ്റെയിൽ ആയിട്ടാണ് ഇനി വരാൻ പോകുന്നത്. സോ ബേസിക്കലി ഈ ഒരു ഡയറക്ടറെ ഒരു വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹി വാണ്ട്സ് ടു ക്രിയേറ്റ് എ യൂണിവേഴ്സ് വേർ ഏലിയൻസ് ആൻഡ് പ്രിഡേറ്റേഴ്സ് കം ടുഗദർ. അവർ ഫൈറ്റ് ചെയ്യുന്ന, നമ്മൾ AVP കണ്ട പോലെ ആയിരിക്കില്ല, ഇത് കുറച്ചുകൂടി അഡ്വാൻസ് ആയിരിക്കും. കാരണം എന്തുകൊണ്ടാണ് അവർ ഹണ്ട് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ ചില ഇതിലൊക്കെ കണ്ടിരുന്നു. പക്ഷെ മേ ബി ദ സ്റ്റോറി മൈറ്റ് ഗോ ടോട്ടലി ഇൻ എ ഡിഫറെന്റ് ലൈൻ. അപ്പോൾ അതൊക്കെ വരാനുള്ളൊരു പോസിബിലിറ്റിയാണ് ഈ ഒരു അനിമേറ്റഡ് മൂവി കൊണ്ട് നമ്മളെ ഡയറക്ടർ അല്ലെങ്കിൽ ഈ ഒരു ക്രൂ ഡിസ്നി നമുക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുന്നത്. സോ ഡെഫിനറ്റ്ലി വർത്ത് എ വാച്ച്. സൂപ്പർബ് മൂവി, അനിമേഷൻ ഈസ് സൂപ്പർബ്, ഡയറക്ഷൻ ഈസ് സൂപ്പർബ്, മ്യൂസിക് ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളിയാണ്. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ഒരു ജാപ്പനീസ് ദ സോഡ് എന്ന് പറഞ്ഞിട്ടൊരു എപ്പിസോഡ് ഉണ്ട്. ഇത് ശരിക്കും ഒരു മൂവിയാണ്, പക്ഷെ അതിൽ 2-3 ഒരു സ്റ്റോറി പോലെയാണ് പറയുന്നത്. സോ അതിൽ ആ ജാപ്പനീസ് ആ ഒരു സീക്വൻസ് ഉണ്ടല്ലോ, അതൊരു പൊളിയായിരുന്നു. പൊളി എന്ന് പറഞ്ഞാൽ പൊളി സംഭവം, ഭയങ്കര രസമായിട്ട് എടുത്തിട്ടുണ്ട് അത്, അടിപൊളി. സോ ഗൈസ്, വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ നമസ്കാരം.